ഹലോ ഗായ്സ്, നമ്മൾ അഗസ്ത്യമല കയറാൻ പോവാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അഗസ്ത്യാർകൂടെ കയറണമെന്ന്. എന്തായാലും അവസരം കിട്ടി. നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്നേക്കുവാണ്. നമ്മളെത്തി, ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും മേളിലുള്ള അഗസ്ത്യമല ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെയാണ് പാർക്കിങ് വരുന്നത്. ഇത് ആ ബോർഡ് കണ്ടോ? ഇതൊക്കെ വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. കുറച്ച് ഓഫ് റോഡൊക്കെയാണ്. എന്തായാലും ബോണക്കാട് നിന്ന് കുറച്ച് ദൂരം 1.5 കിലോമീറ്റർ വരാനുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ എത്തി നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി മേളിലോട്ട് ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കെല്ലാം കഴിഞ്ഞിട്ട് മേലോട്ട് പോവാം. അപ്പോൾ ഞാൻ വഴിയെല്ലാം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യം വരുന്ന വഴി ബോണക്കാട് ചെക്ക് പോസ്റ്റ് എത്തും. ബോണക്കാട് ചെക്ക് പോസ്റ്റ് നമ്മൾ ടിക്കറ്റ് കാണിച്ച് കഴിയുമ്പോൾ അവർ വെരിഫൈ ചെയ്തിട്ട് കയറ്റി വിടും. അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് നേരെ മേളിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. ചുറ്റും മരവും നല്ല കാടും ഒക്കെയാണ്. അല്ല, അതിനെക്കാട്ടി മേളിൽ പോകും നമ്മള്. എന്റെ ബ്ലോഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബോണക്കാട് ബ്ലോഗ്. ഇവിടെ നിർത്തിയിട്ട് സമയമില്ല. പോ നമുക്ക് സമയമില്ല. അതാണ് നേരത്തെ വരണമായിരുന്നു. നമുക്ക് ബാഗ് എടുത്തിട്ട് ബാക്കി പോവാം. ഇതാ ബാഗ് വണ്ടിയിൽ നിന്നെടുത്ത് പുറത്തോട്ട് വെച്ചതേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, ഇത്തരം പാർക്കിംഗ് സ്ഥലം ഇവിടെ ഉള്ളത് മൊത്തത്തിൽ. നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുവാണ്. മറ്റേ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. പിന്നെ വാങ്ങിക്കാൻ കിട്ടത്തില്ല, ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഞാനിപ്പം 5 സെറ്റ് പൂരി മസാല പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 പേരുണ്ട്. ഇതാ നിൽക്കുന്നുണ്ടോ? അപ്പോൾ അത് എടുക്കുന്നുണ്ട്. കാണിച്ചോ ഇതെടുക്കുന്നുണ്ട് സാധനം. ഇതെടുത്തിട്ട് നമുക്ക് കഴിച്ചിട്ട് ഊണ് ഞങ്ങൾ വാങ്ങിക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞങ്ങളുടെ കുറേ ബ്രെഡും പഴമൊക്കെ ഉണ്ട്. അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമുണ്ട് അവിടെ. 6 കിലോമീറ്റർ പോകാനുള്ളൂ. അപ്പം തൽക്കാലം ഈ സാധനം എടുക്കട്ടെ. ഗൈസ്, നമ്മൾ പൂരി മസാല കഴിക്കുവാണ്. ഇതിൻ്റെ വില 80 രൂപയാണ്. പിന്നെ ഊണിനാണെങ്കിൽ 120 രൂപയാണ് വില. നമ്മളതുവരെ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ബാക്കിയുള്ള കുറേ സാധനങ്ങളുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതൊരു ഫോമൊക്കെ ഫില്ലാക്കാനുണ്ട്. ഇത് മറ്റേ ചത്ത് കഴിഞ്ഞാൽ ബോഡി താഴെ എത്തിക്കുമെന്നാണ് തോന്നുന്നു. കൈ വെച്ചിരുന്നാൽ മതിയോ? ഇത് കൈ വെച്ചിരുന്നാൽ മതി ഗൈസ്. പിന്നെ വടി വേണമെങ്കിൽ വടി എടുക്കാം. പിന്നെ അതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ വേറെ പറയാനൊന്നും ഇല്ല. ഇവിടെ ഇത്രയൊക്കെ സെറ്റപ്പാണ് ഉള്ളത്. ഒരു 13 കിലോമീറ്റർ നടന്നോണം നമ്മുടെ ബേസ് ക്യാമ്പിലെത്താൻ. അപ്പൊ അത് ഇവിടുന്ന് നിങ്ങളുടെ ഓരോ 2 കിലോമീറ്റർ നിങ്ങൾക്ക് ഗൈഡ് ഉണ്ടാവും. 2 കിലോമീറ്റർ ക്യാമ്പുകളുണ്ട്, ഗൈഡിന്റെ ക്യാമ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗൈഡുകൾ ആദ്യം വരുന്ന ആള് ആദ്യത്തെ 2 കിലോമീറ്റർ വരും. അത് കഴിഞ്ഞ് അടുത്ത 2 കിലോമീറ്റർ അവിടെ നിന്നുള്ള ആളെ കൊണ്ടുപോകും. അങ്ങനെ പോകുന്നത് 13 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പായിട്ടല്ല വരുന്നത്. ഓഫ് സീസൺ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് പോകുന്നതുകൊണ്ട് പരസ്പരം ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സിംഗിൾ ആയിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പരസ്പരം അറിയാൻ പറ്റില്ല. അപ്പൊ കഴിവതും നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരെ നോക്കി തന്നെ പോവുക. കാര്യം വന്യജീവികളെല്ലാം ഉള്ള സ്ഥലമാണ്. ആനയുണ്ടാവും, മറ്റുമൃഗങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ ആനയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആനയെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ആന പറയാൻ ഓടാൻ നിൽക്കണ്ട. അപ്പൊ അത് നിങ്ങൾ കീപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ കൂടെ ഗൈഡ് ഉണ്ടാവും. ഗൈഡുമാർ പറയുന്നത് കേൾക്കുക. പിന്നെ മുകളിലോട്ട് ചെല്ലുമ്പോൾ മുകളിൽ മഴയുണ്ട്. അതിന് മലയിലും മഴയും നല്ല കാറ്റുമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് നാളെ ടോപ്പിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്നുള്ള അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് വിടത്തുള്ളൂ. അത് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാതിരിക്കരുത്. കാരണം അവിടെ സ്റ്റാഫ് ഉണ്ടാവും, ഗൈഡ്സ് ഉണ്ടാവും. അവർ പറഞ്ഞു തരും നിങ്ങളോട്. പോകാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകും. അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം സ്ഥലം വരെ കൊണ്ടുപോകും. നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക. മാക്സിമം അല്ല, പ്ലാസ്റ്റിക് ഒരു സാധനവും കടത്തി വിടത്തില്ല. പ്ലാസ്റ്റിക് എല്ലാം ഒഴിവാക്കുക. പിന്നെ ഈ ഡ്രസ്സ് കൊണ്ടുപോകാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കവറുകളുണ്ടെങ്കിൽ വയ്ക്കുക. അതിലവിടെ എണ്ണ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വയ്ക്കും. 200 രൂപ വീതം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി വയ്ക്കും. പ്ലാസ്റ്റിക്കിന്റെ എണ്ണം അനുസരിച്ച് 10 പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ 500 രൂപ വാങ്ങും. അതിൽ താഴെയാണെങ്കിൽ 200 രൂപ വാങ്ങും.
ഈ സാധനം തിരികെ കൊണ്ട് കാണിച്ച് പൈസ റീഫണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഷാമ്പു, സോപ്പ്, പെർഫ്യൂം ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും കടത്തിവിടത്തില്ല. അതുപോലെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറുണ്ടാവും, പ്ലെയിൻ കാർഡ്സ് ഉണ്ടാവും. ഇതൊന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് ഒന്നുകിൽ വണ്ടിയിൽ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളെ എവിടെയെങ്കിലും സുരക്ഷിതമായ രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുക. പെയിൻ ബാം അത് വേണ്ടി വരും. പെയിൻ ബാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രെയിൻ തോന്നണമെങ്കിൽ ഒരു കാരണവശാലും യാത്ര മുന്നോട്ട് പോകരുത്. നിങ്ങൾ കൂടെയുള്ള ഗൈഡിനോടോ അല്ലെങ്കിൽ കൂടെയുള്ള യാത്രക്കാരോടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ പറയണം. മെഡിക്കൽ ഫിറ്റ്നസിന്റെ ഒറിജിനൽ ആധാറിൽ ഏത് ഐ ഡി ആണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ ഐ ഡിയുടെ ഒറിജിനൽ അഫിഡവിറ്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം ഇതുമായിട്ട് വരിക, പേര് വിളിക്കുന്ന അനുസരിച്ച്. അർജന്റിന്റെ ഗ്രൂപ്പ് ഒരു 200 രൂപ തരണേ. അവിടെ സാധനം എന്റെ കൈ വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ് സാർ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മലയാളം മനസ്സിലാവും? മലയാളം ശരി. ആദ്യത്തെ ചോദ്യം, ഇതിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ഡോക്ടർ എല്ലാവരും പുള്ളിയെ നോക്കിക്കോളും. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരേ ഒരു ഡോക്ടറാണ്. അപ്പോ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവര് ആദ്യം സ്വയം മനസ്സിലാക്കുക, ഇത് ഏറ്റവും ഹാർഡായ ട്രക്കാണ്. ഇതിനകത്ത് വേറെ റിലീജിയസ് ആയിട്ട് ഒന്നുമില്ല. ഏറ്റവും ഹാർഡായ ട്രക്ക്, നിങ്ങൾ അതിന് ഏബിൾ ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ഇതിൽ മറ്റേ അഗസ്ത്യാർകൂടത്തിന്റെ പീക്കിലേക്ക് കയറണമെന്ന് ഒരു നിർബന്ധം പിടിക്കരുത്. ഈ കാണുന്ന ഞാൻ ഇന്നലെ മുകളിൽ കയറിട്ട് ഇറങ്ങിയ പെരുമഴയാണ്. മുകളിലേക്ക് ഭയങ്കര മഴയാണ്. ഇന്നലെ ഞാൻ ചെയ്തപ്പോൾ ഫുൾ നനഞ്ഞിട്ടാണ് തിരിച്ചറിയത്. അപ്പോൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം അഡ്വേഴ്സ് കണ്ടീഷൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഗസ്ത്യാർകൂടം കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനൊരു ചലഞ്ചായിട്ടൊന്നും എടുക്കണ്ട. വിൽ ട്രൈ. ഓക്കെ. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു മത്സരമൊന്നുമല്ല. പതുക്കെ കയറിയത് നിങ്ങളുടെ എന്താ പറയുക, ഇത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരൊക്കെ എങ്ങനെയാണ്? ഈ 7 മടങ്ങ് തേരി. തേരി മീൻസ് കയറ്റം. മുട്ടിടിച്ചാൻ തേരി. കുറച്ചൊന്നല്ല, വൺ ഓഫ് ദ ടഫസ്റ്റ്. പിന്നെ എന്തായാലും ശരി, ഈ NIC-യുടെ വെബ്സൈറ്റ് വഴി ഇത്തവണത്തെ നമ്മൾ ആ 10 ദിവസത്തെ ടിക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 3 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ആ 3 മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് ഡേ അടിച്ചവരാണ് നിങ്ങൾ. നല്ലൊരു ട്രക്കിംഗ് ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ. അപ്പൊ ഈ നിങ്ങളുടെ ഈ ബാച്ചിനെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട കൺസർവേറ്റർ ശ്യാം മോഹൻലാൽ സാറിനെ ക്ഷണിക്കാം. Take care. നമ്മളങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്ത് നടന്നു തുടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഫ്രണ്ടിൽ പോകുന്നു, കുറച്ച് പേര് ബാക്കിൽ വരുന്നു. ആദ്യത്തെ ബാച്ച് നമ്മുടെ 11:03 ബുക്കിംഗ് കഴിഞ്ഞെന്ന്. കറക്റ്റ് 11 മണിക്ക് നമ്മുടെ എടുത്തുകൊണ്ട് കിട്ടി. നമ്മുടെ 5 പേരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിടിക്കാൻ പറയരുത്. ഇപ്പൊ തന്നെ കൊടുത്തു. കല്ലൊക്കെ കെട്ടിയാ വണ്ടി എടുത്ത് പോകാനുള്ള ദൂരമുള്ളൂ. ബാക്കി വന്ന 2 പേരുടെ കാര്യം അട്ട അടിച്ചു. ഓൾറെഡി കാടം തുടങ്ങിയിട്ടില്ല, ഇപ്പം തന്നെ അട്ട അടിച്ചു. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, എൻ്റെ ഷൂ 2 കുഴിയുണ്ട്. അട്ട കയറുമല്ലോ.
ഫസ്റ്റ് അരുവി ദാ നല്ല ക്ലീൻ വെള്ളം. ആഹാ വെള്ളം നിറയ്ക്കട്ടെ? നോക്ക്. ഇതിൽ വെള്ളം നിറയ്ക്കട്ടെ? ആ നിറച്ചോ നിറച്ചോ. എടി അവിടെ നിന്ന് ഇറക്കണ്ട, അപ്പുറത്ത് നിന്ന് ഇറക്കിയ അവന്മാരോടെ കൈ എഴുവല്ലേ. എടാ മണ്ട, കുപ്പി തുറക്ക്, കുപ്പി തുറക്ക്. എടി ഇവര് ചവിട്ടിയും വെള്ളത്തിട്ടാലോ. ഇതൊന്ന് തുറന്നു കാടി. ഗൈസ് നല്ല വെള്ളമാണ് ഗൈസ്. യെസ്, കാട്ടിലെ വെള്ളം, ഫസ്റ്റ് കാട്ടിലെ വെള്ളം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുടിക്കാം. ആ പകുത്തേ. ഗൈസ് സെക്കൻഡ് അരുവി എത്തി. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ആ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടോ അവിടെ. വാവ്, നല്ല രസമുണ്ട്. അതും ഒരു 200 മീറ്ററേ കാണുള്ളൂ അപ്പോഴത്തേക്ക് അടുത്തുള്ളൂ. 200 ഇല്ല 100. താഴോട്ടും ഉണ്ട് വെള്ളച്ചാട്ടം. വാവ്, ഇത് കൊള്ളാം. എടാ അത് കിട്ടിയില്ലല്ലോ വീഡിയോ. എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന അറിയോ അഗസ്ത്യാർ മല കയറാൻ? എത്ര നാളായിട്ട്? ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കാൻ. അതായത് കുട്ടിയിൽ തൊട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇതിനെപ്പറ്റി, ഇങ്ങനെ ആൾക്കാർ പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ ഇങ്ങനെ, ഇത് പണ്ട് പക്ഷേ ട്രക്കിംഗ് അല്ലായിരുന്നു ബേസിക്കലി. അപ്പോൾ അവരിങ്ങനെ പോയിട്ട് ഇതൊന്ന് പൊങ്കാലപ്പാറ അങ്ങനെ ഒരു സാധനമുണ്ട്. ഇവരിങ്ങനെ തളർന്ന് പോയി, ഫുഡൊന്നും കിട്ടൂല. മേളിൽ പോയപ്പോൾ അവർ ആദിവാസികൾ അവർക്ക് കഞ്ഞിയോ എന്തോ ഉണ്ടായിരുന്നു, പണ്ട് പൂജയായിരുന്നു മേളിൽ. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പക്ഷെ 1 ഡേ കൊണ്ട് മേളിലും പോയി തിരിച്ചു പറഞ്ഞു അവർ. ആ അതാ അവരുടെ ഒരു ഫ്രണ്ട്സ് സെറ്റപ്പായിട്ട് പോയതാ. നമ്മളെ കൊണ്ടത് പറ്റുമെന്ന് പറ്റാണ്ടൊന്നും ഇല്ല, പക്ഷെ നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും പൈസ കൊടുത്ത് പോകുന്നില്ല, ഇന്നൊക്കെ വന്നാൽ പോരെ. മാക്സിമം എൻജോയ് ചെയ്യൂ, സ്ഥലം കാണൂ. നീ എന്ത് പറയാൻ വന്നേ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും അഗസ്ത്യാർമല. അന്നേ നോക്കി വെച്ചിരിക്കുക. 3ാം ക്ലാസ് തൊട്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ പോകുമായിരുന്നു. പുള്ളിക്കാരൻ ആ സമയത്ത് തീർത്ഥാടനം ഇവിടെ ട്രക്കിംഗ് ആയ. അപ്പോൾ എൻ്റെ ഡ്രൈവറാണ്, അതായത് ഞാൻ പഠിച്ച സ്കൂളിലെ ബസ്സിൻ്റെ ഡ്രൈവർ. അപ്പോൾ ചേട്ടൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ജാനുവരിയിലാണ് പോകുന്നത്, അങ്ങനെ ടിക്കറ്റൊന്നും കിട്ടത്തില്ല, കൊച്ചുള്ളവരെ കയറ്റത്തില്ല. അപ്പോൾ അന്നേ നോക്കി വെച്ചു 18 വയസ്സാകുമ്പോൾ പോയിരിക്കും. പക്ഷെ ഇപ്പോഴാണ് പറ്റിയത്, കയറിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല, 20 വയസ്സായിട്ടുള്ളൂ. രണ്ടാമത്തെ ക്യാമ്പ് ലത്തിമോട്ട ക്യാമ്പ് 2. 16 കിലോമീറ്റർ. ഓ അഗസ്ത്യാർ കൂടോ അത്. അപ്പൊ ഈ ക്യാമ്പ് എവിടെ? അത്ര ഉള്ളോന്ന് പറഞ്ഞാ ആ കാട്ടുകോഴി. ഒരു മൃഗത്തെ കണ്ടേ. മൃഗക്കേക്കോ? മൃഗത്തെ കണ്ടേ. കാട്ടുപൂച്ച മിയാവൂന്നാ. അതായത് പൂച്ചയുടെ സൗണ്ടിന് വാസ് കൂട്ടിയല്ലേ? അതെ, ഇപ്പൊ നീ ഉണ്ടാക്കിയ സൗണ്ട് സിംഹത്തിന്റെ സൗണ്ട്. ആവൂ, നടക്കാൻ ഫ്രണ്ടിലോട്ട് പോ, പെട്ടെന്ന് പോ നടക്കാൻ. ഓ ഇത് നല്ലൊരു ഷോട്ടാ കേട്ടോ. Take my photo.
നമുക്ക് ഒരു ഉറപ്പിക്ക് പോകുമ്പോൾ ഗൈസ് വടി ഞാൻ എടുത്ത് തോളെ കയറ്റി വെച്ചു. ആർക്കും പിടിക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇവിടം വരെ ഉണ്ട്, വലിയ വടിയാ. ഈ വടിക്ക് 20 രൂപ കേട്ടോ. അവിടെ 20 രൂപ കൊടുക്കണം ഒരു വടിക്ക്. ഇപ്പം കുറച്ചുകൂടെ കാട് കൂടിയിട്ടുണ്ട്. മരത്തിൻ്റെ എണ്ണം കൂടിയുണ്ടോ? അവരെ പുറകെ വരുന്നുണ്ട്. കുറച്ച് കയറ്റമായിട്ടുണ്ട്. മറ്റേ ഭയങ്കര നിരപ്പായിരുന്നു. ഈ അഗ്രജ് ഭയങ്കര അഭിനയമാണല്ലോ. ശരിക്കും ശ്വാസം എടുത്ത്. നല്ല കാലാവസ്ഥ, മഴയില്ല. ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു. ഇത് കൊള്ളാം. ശരിയാ, എന്റെ ബാഗില് വെള്ളം കുപ്പി വെച്ച ഭയങ്കര വെയിറ്റ്. ആ പിന്നെ ബാഗിൽ വെള്ളം കുപ്പി വെച്ച വെയിറ്റ് കൂടി. അതുവരെ എനിക്ക് സീനില്ലായിരുന്നു. അതിൻ്റെ ബാഗ് വെച്ചോ, ഈ സൈഡിലോട്ട് വെച്ചോ. എടാ നമ്മൾ അട്ടയെ കുടിച്ചാൽ അത് ഏതിനകത്ത് ചോറ് കുടിച്ചാലോ? ചത്തു. മൃഗമൊന്നും വെടിച്ചിട അവരെ തോക്കുന്നില്ലല്ലോ. നടക്കടി നട എന്റെ വീഡിയോയിൽ ഞാൻ വടി പിടിച്ച് ഇങ്ങനെ കാണാൻ പാടില്ല. ഇതാ വടി നടക്ക്, ഓടിപ്പോ. ഇല്ലെന്ന്. അവരുടെ എൻഡ്യൂറൻസ് ഹെറാക്ലിസാ. ഇച്ചിരി ആർട്ടിഫിഷ്യൽ നടത്താം. നാച്ചുറൽ കേട്ടോ. നാച്ചുറലായിട്ട് പറ്റില്ലെന്നേ. അത് നാച്ചുറൽ പറ്റും. അതുകൊണ്ട് അവൻ കാണിച്ചു തരും. ഇവന് ആക്ടിങ് താരം. പോട്ടെ, കണ്ടോ? നാച്ചുറാലിറ്റി ആയിട്ട് സ്പീക്ക്. ഓ എടാ ഏതാ ലുക്ക്? അതല്ലേ എൻ്റെ അടുത്ത് നല്ലയാന്ന് പറഞ്ഞു. ആ ശരി, നീ അവൻ ഓവർടേക്ക്. ആ വടി പിടിച്ച് പൊക്കോ. കുറച്ച് സ്പീഡിൽ പോ. അല്ലേ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഗ്യാപ്പ് കൂട്ടാനായിട്ട്. ആ ഓക്കെ, ആ ഗ്യാപ്പിൽ പൊക്കോ. BGM ഇടാം. വാഴേ വാഴേ വാഴേ. ഓ മുടിയൊക്കെ ഇങ്ങനെ കാറ്റത്ത് സിനിമയാക്കിയാലോ. ഗായത്രിയുടെ പ്രയാണങ്ങൾ. ഇനി എല്ലാ ആഴ്ചയും ട്രക്കിങ്ങാ. അതല്ല, അവളുടെ ആദ്യത്തെ ട്രക്കിംഗ് ആണ്. കുഴപ്പമില്ല, ഇങ്ങനെ പോയാൽ നമുക്ക് നാളെ മല കയറാൻ പറ്റും. യെസ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ തന്നെ പോവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ പോവും, അത്രേ ഉള്ളൂ. ചെറിയ മാന്റെ സാധനം. കരടിയുടെ എന്തോ അത്. ഗായ്സ്, നമ്മുടെ കരടിയുടെ തീട്ടം കണ്ടു ഗായ്സ്. ഇതാണ് കരടിയുടെ തീട്ടമാണ്. കരടിയുടെ ആണെന്ന് അറിയണമെങ്കിൽ ഇച്ചിരി എടുത്ത് ഞെരടിയിട്ട് വായി വെച്ച് നോക്കാൻ. അത് ഭയങ്കര സൗണ്ട്. ഗൈസ്, ഇതിൻ്റെ ബാക്കിൽ അങ്ങ് അപ്പുറത്ത് കണ്ടോ മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടോ, മേഘം മൂടി കിടക്കുന്നത്. അതാണ് അഗസ്ത്യമല. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ സാധനമെല്ലാം തെറ്റാ. അപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പം അല്ലെങ്കിൽ കാണാമായിരുന്നല്ലേ. ഓ അപ്പം അത് കാണാൻ പറ്റും. നമ്മൾ കാണുന്ന സാധനം അതിരുമല. അതിൻ്റെ അപ്പുറത്ത് അഗസ്ത്യമല ഉണ്ട്. കാണാൻ പറ്റേണ്ടതാണ്. ഇപ്പം മഞ്ഞാണ്ട് കാണാൻ പറ്റാത്ത. ആ ഇപ്പം വീണേനെ ജസ്റ്റ് മിസ്.
അത് ഓക്കെ ഓക്കെ. ഈ കാലിനോ കൈക്കോ കാലിന് എന്തേലും പറ്റിയ ഈ ചിരിയും കളിയൊക്കെ അങ്ങ് മാറും. ഇല്ലേട്ടാ അങ്ങനൊന്നും പറ്റൂല, വീഴ്ച സ്ഥിരം പരിപാടിയാ. നല്ല വ്യൂ മേടിച്ചല്ല ഈ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഈ അഗസ്ത്യർ മലയിലോട്ട് കയറാൻ വഴിയുണ്ടായിരുന്നോ? അപ്പോഴും ഉണ്ട്. ഉണ്ടല്ലേ? അത് ആൾക്കാർ വരാറുണ്ടോ ഇപ്പോൾ? ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ വരും. സ്റ്റാഫുകൾ വരും അല്ലേ? അത് ഇതിനെക്കാട്ടും പാടുള്ളതാണോ ഇതുവഴി കയറാൻ? ഡേഞ്ചറും ഡേഞ്ചറാണല്ലേ? അപ്പുറത്തെ ഈ മുണ്ടന്തുറ ടൈഗർ റിസർവ് എന്ന് പറയില്ലേ, അത് ഇതിന്റെ തൊട്ടപ്പുറം തന്നെ. ഇതിനോട് ചേർന്ന് കിടക്കുന്ന അതൊരു പങ്കിടും. അപ്പൊ അവിടെ കടുവയുണ്ടോ? എല്ലാ ഐറ്റം ഉണ്ട്. ആനയും ഇത് നമ്മൾ കാണുന്നില്ലെന്നും പറഞ്ഞ് ഇതൊന്നും ഇല്ലെന്നല്ല അർത്ഥം വയ്ക്കേണ്ടത്. ഇത് കാട്ടുപോത്താണോ? ഇത് കരടി. കരടി കരടി കരടി. ഹലോ, ആനമല അല്ലേ? ആനമല. ഈ അഗസ്ത്യാർനെ കണ്ടി കണ്ടതാ? അഗസ്ത്യാർ മലയെന്ന് വെച്ചാൽ അത് ഇത് വേറൊരു ഇതാണ്. ഈ പിന്നെ ആനമലയെന്ന് പറഞ്ഞാലേ അവിടെ വന്യമൃഗങ്ങളെ കാണാൻ എല്ലാം കാണാം. ഇത് ടിക്കറ്റ് ആയിരുന്നോ? ടിക്കറ്റ് അത് റെക്കമെൻഡഡ് ആണോ? അല്ല ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ്. അത് എവിടെ സ്ഥലം എവിടെ? അത് പൊള്ളാച്ചിന്ന് 40 കിലോമീറ്റർ. അത് തമിഴ്നാട് ഫോറസ്റ്റിന്റെ തമിഴ്നാട് പോയിട്ട് അപ്പോൾ അവരുടെ ഓൺലൈൻ സൈറ്റിൽ ബുക്കിംഗ് ആണ്. ബുക്കിംഗ് ആണ്. അവിടെ പിന്നെ രാവിലെ എണീച്ച് നോക്കപ്പോഴത്തേക്ക് മൃഗങ്ങളൊക്കെ വന്ന് നിൽക്കും. എല്ലാ ആനക്കുട്ടികളും എല്ലാം ആനക്കുട്ടിയല്ലേ? എല്ലാം അതിങ്ങനെ ഒരുപാട് കയറാനുണ്ടോ മല? കയറാനൊന്നുമില്ല. ഇല്ല, ഹോട്ടൽ വണ്ടി ഡേഞ്ചറാണ്. ആനകൾ പോലും ആനല്ലേ? വെള്ളം നിറയ്ക്കുന്നുണ്ടോ? വെള്ളം വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചോ? വെള്ളം നിറയ്ക്കാം, വെള്ളം നിറയ്ക്കാം. ഓ നല്ല എൻ്റെ ബാഗിലൂടെ നിറയ്ക്കും. അവിടെ നിന്ന് ഓ എടാ ക്യാച്ച് പിടി. പരിവി കൂടെ പോകും. കയറി കൊള്ളല്ലേ ഇവിടെയും കൊണ്ട്. ഇതാണ് കരമന ആറിന്റെ ഉത്ഭവം. ഇവിടെ തുടങ്ങുന്നത് കണ്ടോ? ഞാൻ ചോക്ലേറ്റ് ധനുഷിന്റെ തരത്തില്ല, ചാടിച്ചാടി ഓരോ സ്ഥലത്തും വെള്ളം കുടിക്കുന്നു. അല്ല എല്ലാം ഇവിടെ ആയിപ്പോ കുഴി പോയനിപ്പം. ആയി ഈ നല്ല കാട് പോലെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 2 മല ചേരുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരും, അങ്ങനെ നല്ലോണം കാട് വളരും. ആ മറ്റേ ചേട്ടൻ പറഞ്ഞു തന്നെ, നമ്മുടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ, പുള്ളി ഫ്രണ്ടിൽ പോയി പുള്ളി പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈ ഒരു മലയും അപ്പുറത്തൊരു മലയും ചേരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ നല്ല കാടാണ്. അങ്ങനെ ബാക്കി പോവാം ഗൈസ്. അവിടെ പോയിരിക്കുന്നു. യെസ് കൈ പിടിച്ച് പരേഡ് ഇപ്പൊ ഇങ്ങനെ നടക്കാൻ എല്ലാവർക്കും പറ്റത്തില്ലേ? അവനെ കൈ പിടിച്ച് ഇങ്ങനെ അത് മറ്റേ 2 ലിറ്ററിന്റെ ബോട്ടിലെടുത്ത് വെള്ളം നിറച്ചിട്ട് കൈയാട്ടി പ്രാക്ടീസ് ചെയ്യാൻ
പിന്നെ നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്, അടിപൊളി. വഴി കണ്ടോ? വഴി കുറച്ച് മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നല്ല വഴിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ മല ഞാൻ കാണിച്ചു തരാം. ഇതോ അങ്ങ് ദൂരെ ആ മേഘം മൂടി കിടക്കുന്നുണ്ടോ? അവിടെ ഒരു മലയുണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാവേ. കണ്ടോ 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 കണ്ടോ? ആ മേഘത്തിനിടയ്ക്ക് കൂടെ നോക്കി അങ്ങ് ദൂരെ അവിടെ ഒരു മലയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ. ഇവിടെ നോക്കുമ്പോൾ തന്നെ അത്രയും ദൂരെയാണ്, ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അവിടം വരെ പോകണം. ഓ എന്ത് കാറ്റാ! ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര കാറ്റ്. ഇപ്പോഴാണ് കുറച്ച് കാറ്റ് കുറഞ്ഞേ. ഇത് അടുത്ത ചെറിയൊരു അരുവി കണ്ടിട്ടുണ്ട്. ചെറിയ അരുവിയാണ്, നല്ല രസമുണ്ട്. ചുമ്മാ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ? കൊള്ളാം. ചുമ്മാ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. ഓരോ ഒരു മിനിമം ഓരോ 2 കിലോമീറ്ററെങ്കിലും ഓരോ അരുവിയുണ്ട്. ചെറുതാ പക്ഷേ കൊള്ളാം. അവരൊക്കെ ഇതോ വരുന്നുണ്ട്.